മോർണിംഗ് മദ്രസ ഇന്ന് ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ സാധാ നമ്മൾ പോകുന്ന സമയത്ത് 6:15 അങ്ങനെ ഇറങ്ങി. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 20 ദിവസത്തോളം ലീവ് കിട്ടിയിട്ടുണ്ടാവും. മാർച്ച് 10-നെങ്ങാനും ലാസ്റ്റ് ക്ലോസ് ചെയ്തത്. അങ്ങനെ നമ്മൾ മദ്രസയിൽ എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ ബെഞ്ചെല്ലാം ഡിസോർഡറായി കിടക്കുകയാണ് കേട്ടോ. അതെല്ലാം പിടിച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേലെ 2ാം ക്ലാസ്സിലേക്ക് പോയപ്പോൾ എല്ലാവരും ഭയങ്കര സ്മാർട്ടായിട്ട് നല്ല ഉഷാറിലാണുള്ളത് കേട്ടോ. കുറച്ച് പേര് ആബ്സെൻ്റ് ഉണ്ട്. എന്നാലും തന്നെ ഞാനിങ്ങനെ ഇവരോട് ഓരോ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പം ആ കൂട്ടത്തിൽ ആരാ ഫുൾ നോമ്പെടുത്ത് ചോദിച്ചപ്പം 2 പേര് കൈ പൊന്തിച്ചു കേട്ടോ. ബോയ്സിലാണ് 2 ആളുള്ളത്. എന്തായാലും ചെറിയ മക്കളല്ലേ, 2ാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഫുൾ നോമ്പ് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇൻഷാ അള്ളാ നാളെ തന്നെ നിങ്ങൾക്കുള്ള പ്രൈസ് തരാമെന്നുള്ളത്. അങ്ങനെ കുറച്ച് സമയം വിശേഷം ചോദിച്ചതിന് ശേഷം ഇവർക്ക് ഞാൻ ചെറിയൊരു വർക്ക് കൊടുത്ത് എഴുതാൻ കേട്ടോ. വിശേഷം ഞാൻ ചോദിക്കാൻ നിന്നാൽ പിന്നെ ഇവരെങ്ങനെയെങ്കിലും ക്ലാസ് മിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നോക്കുക. അപ്പോൾ ഇന്ന് ഗേൾസിൽ 10 ആളാണ് ആബ്സെന്റ്, ബോയ്സിലും 10 ആളാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ 1ാം ക്ലാസ്സിലേക്ക് പോയ സെക്കൻഡ് പീരീഡ് ആയപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ ഞാൻ എപ്പം പോകുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുന്ന അറിയാം, ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ വരുമ്പോൾ ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിക്കും. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്ത് മെല്ലെ ഡോറ് തുറന്ന് പോയപ്പം ഒരു സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ വന്നത് കണ്ടപ്പം അങ്ങനെ ഇവരെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം സമയം ഇവരെ കൂടെ അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇവർ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഓരോരോ കളികളൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് പിന്നെ 3rd പീരീഡ് 7ാം ക്ലാസ്സിലൊക്കെ പോയി. പിന്നെ മദ്രസ വിടുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മാങ്കോട്ട്